നല്ല ഒന്നാന്തരം പാട്ട്. പക്ഷെ മുതലാളി ഇവിടെ ഇല്ല, ഒരു കല്യാണത്തിന് പോയിരിക്കുക. നീ ഒരു മനുഷ്യ സ്ത്രീയാണോടി? പാവങ്ങളുടെ കണ്ണീര് കണ്ടു വേണോ നിനക്കൊക്കെ രസിക്കാൻ? നിന്റെ ഈ അഹംഭാവത്തിന് ദൈവം നിന്നെ ശിക്ഷിക്കാതെ വിടത്തില്ല. ദ്രോഹി, രാക്ഷസി. അവിടെ വന്നിരിക്കുന്ന ആള് അകത്തേക്ക് വരാൻ പറയൂ. നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? SSLC വരെ പഠിച്ചിട്ടുണ്ട് സാർ. എനിക്ക് പാടാനും അറിയാം സാർ. മറ്റ് പ്രത്യേക ക്വാളിഫിക്കേഷൻസ് എന്തെങ്കിലും? ടൈപ്പ് റൈറ്റിംഗ് അറിയാം. ശാസ്ത്രീയ സംഗീതത്തിൽ നല്ല വാസനയുണ്ട് സാർ. ഇതിനു മുൻപ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഏത് തരത്തിലുള്ള പാട്ടും ഞാൻ പാടും സാർ. എത്ര വർഷമായി SSLC പാസ്സായിട്ട്? 4-5 വർഷമായി സാർ. വേണ്ട സർട്ടിഫിക്കറ്റ്. തൊക്കട മാത്രമല്ല സാർ, നല്ല കീർത്തനവും ഞാൻ പാടും സാർ. ലുക്കിയർ, ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. നല്ല വിശ്വാസമായി നിങ്ങളെ ചുമതല ഏൽപ്പിക്കാമോ? ഏത് ചുമതലയും ഏൽക്കാം മുതലാളി. എന്റെ ഒരു പാട്ട് കേട്ടാൽ മുതലാളിക്ക് വിശ്വാസമാകും. എടോ, താനിവിടെ നാടകം വിളിക്കാനാണോ വന്നത്? ഇല്ല മുതലാളി, ഞാൻ ജോലിക്ക് വന്നതാണ്. മുതലാളിക്ക് ഹിന്ദി പാട്ട് പിടിക്കുമെങ്കിൽ ഞാൻ അത് പാടാം മുതലാളി. അതല്ല കല്യാണി ഭൈരവി. തന്റെ കല്യാണി ഭൈരവി കൊണ്ടുപോകുന്നു. എന്റെ പാട്ട് ഒന്ന് കേട്ട് പിന്നെ എന്നെ അടിച്ചു പുറത്തു. തന്റെ പാട്ട് കേൾക്കാനല്ലേ ഇവിടെ വിളിച്ചത്? ഇന്റർവ്യൂവിന് മനസ്സിലായോ? നീ എന്താ ചിരിക്കുന്നു? ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാടും. നിനക്കെങ്ങനെ അറിയാം? പാടിയ മുതലാളി ജോലി തരുമെന്നും പറഞ്ഞ എന്നെ ആ തോട്ടത്തിൽ എത്തി പാടിച്ചു മുതലാളി. അത് ശരി. അപ്പൊ താൻ എവിടെയെങ്കിലും ആദ്യം വന്ന് വീണതല്ലേ? അതെ മുതലാളി. എനിക്ക് വേണ്ടെങ്കിലും ഒരു ജോലി കൊടുക്കണ്ട ഡാഡി, പ്ലീസ്. പാടട്ടെ മോനെ. വേണ്ട വേണ്ട വേണ്ട. എന്റെ മകള് പറഞ്ഞൊക്കെ താൻ മറന്നേക്കുക. തനിക്ക് ഞാൻ ജോലി തരാം. പക്ഷെ ഒരു കാര്യം, പണസംബന്ധമായ ചുമതലകൾ ഏറ്റെടുക്കേണ്ട ജോലിയാണ്. അതുകൊണ്ട് 2500 രൂപ ഡെപ്പോസിറ്റ് വയ്ക്കണം. 2500 രൂപ? എന്താ, സാധിക്കുമോ? ശരി, കൊണ്ടുവരാൻ മുതലാളി. നാളെ തന്നെ ഡെപ്പോസിറ്റ് വെച്ച് ജോലിയിൽ പ്രവേശിച്ചോളൂ. മാസം 250 രൂപ ശമ്പളം തരാം. ഞാൻ വരട്ടെ മുതലാളി. ഞാൻ വരട്ടെ മുതലാളി. കുഞ്ഞ് പാവം, അവനൊരു മര്യാദക്കാരൻ പാവപ്പെട്ട കൊച്ചനായതുകൊണ്ട് നിന്നെ അവൻ വെറുതെ വിട്ടു. അങ്ങനെ പാവമൊന്നും അല്ല ഡാഡി, എനിക്ക് നല്ല ശരിക്ക് ഡോസ് കിട്ടി. അഹങ്കാരി, നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? രാക്ഷസി എന്നൊക്കെ ശരിക്ക് ചീത്ത പറഞ്ഞു. വെരി ഗുഡ്. അവൻ സമർത്ഥൻ, തന്റെ ഉള്ളവൻ. നിനക്ക് അങ്ങനെ തന്നെ വേണം. കരുണ നിറഞ്ഞ മാതാവേ, എനിക്ക് ഡിപ്പോസിറ്റ് കൊടുക്കാൻ ഒരു നിവൃത്തിയുമില്ല. എങ്ങനെയെങ്കിലും 2500 രൂപ എനിക്ക് തരുവിച്ച് എന്റെ പാവപ്പെട്ട കുടുംബത്തെ രക്ഷിക്കണേ. ഉണ്ടല്ലോ. 3000 രൂപയും എന്റെ പകുതി ജീവനായി എഴുതി വിറ്റത്. എങ്കിലും എന്റെ മോടെ കല്യാണം നടന്നാൽ മതി. അപ്പോ ഞാൻ വരട്ടെ. എത്ര അത്യാവശ്യം പറയാൻ പറ്റി? കല്യാണം ഉറച്ചടി. അതിന് ഞാൻ ഇവിടെ കിടന്ന് ചാടണോ? വേണ്ട വേണ്ട, മൂടി പോയിച്ച് കിടന്നത് ഉറങ്ങിക്കും. ഇടി നീ പോയി ആ തിരുതിയും ചിരുതിയും വിളിച്ചോണ്ട് വാടി. കല്യാണത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കാനുണ്ടെന്ന് നിനക്ക് അറിയാവോ? അമ്മച്ചി എന്നോട് പറ.
എന്നെ ജോലിയാണേലും ഞാൻ ചെയ്തു തരാം. എന്റെ മോളെ കൊണ്ട് ഒരു ജോലി എടുപ്പിക്കരുതേ, അവൾ മണവാട്ടിയാ, അറിയാവോ? മോളെ, അപ്പന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ട. എന്റെ കർത്താവേ, ശോശാമേ, ബസ്സിൽ എന്നാ കൂട്ടമായിരുന്നു അറിയാമോ? അതിരിക്കട്ടെ, ആധാരം എഴുതിയോ? എഴുതി, നാളെ തന്നെ ഒരു വേലയും കിട്ടും. ഇനി എല്ലാം എടുപ്പിടിയും നടക്കണം. നാളെ ആ പണം കൂടാ. അപ്പോഴേ പെണ്ണിന് മാലയും തുണിയും ഒക്കെ മേടിക്കണ്ടേ? അതൊക്കെ നീ പോയി വാങ്ങിച്ചു. മോളെ, ഈ പണം കൊണ്ടൊന്ന് പെട്ടിയില്ലേ? അയ്യോ, തനിക്ക് കണ്ണിലോ മുഖത്ത്? ബസ്സിൽ മോഷണോ? ഒരു ഗ്രാം മുട്ടിച്ച പണം കൊടുക്കാൻ. എന്ത് പറ്റി? കേരളത്തിൽ പട്ടിണി കൊണ്ട് ഭരിക്കുന്നവർക്ക് മന്ത്രി 2 ഔൺസ് വീതം അരി ദാനം ചെയ്യുന്നു. എടോ പൗലോസേ, നീ എവിടെ നിന്ന് വരുന്നു? അല്ലേ ഇതാരാ? അല്ല ഇതാരാ? കുളുവന്തോമായ? അതെ, ഞാൻ മടക്കുന്ന വരിക. എന്താ കാര്യം? എന്റെ അമ്മാവിക്ക് ദീനം കൂടുതലാ, മരിച്ചു പോകുന്ന സംശയം. പിന്നെ നീങ്ങി പോണോ? എനിക്ക് ഉടനെ നാട്ടിലേക്ക് പോകണം. എന്നാ പിന്നെന്താ നീ ഇവിടെ ഇറങ്ങിയത്? എനിക്കിവിടത്തെ പഞ്ചായത്ത് മെമ്പർ ഒന്ന് കാണണം. അപ്പൊ ഞാൻ വരും. പഞ്ചായത്ത് മെമ്പറാണ്ട് ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. ഗോപാൽ വിളിച്ചേട്ടു. അയ്യോ, ഇയാളല്ല, 7ാം വാർഡ് മെമ്പർ അവറാച്ചൻ. ഓ, അവറാച്ചനോ? എനിക്കും അയാളെ ഒന്ന് കാണണം. ആ ചുറ്റിപ്പണം ഒന്ന് വാങ്ങാം. എന്നാവാ? വേണ്ട വേണ്ട, ഞാൻ തനിച്ചു പോയിക്കൊള്ളാം. എന്നാ സുകാര്യം വല്ല ആണോ? എടാ പൗലോ, ഞാൻ മന്ത്രിയോട് പറഞ്ഞിട്ടാ അവറാച്ചന് 10 ഏക്കർ കാട് പതിച്ചു കൊടുത്തത്. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല, നീ എന്നൊന്ന് വിട്ടാ മതി. എന്ത് കാര്യമായാലും നീ എന്നോട് പറഞ്ഞാ മതി. ഏത് മന്ത്രിക്കും ഏത് പാർട്ടിക്കും ഞാനൊരു തുണ്ട് കൊടുത്തു വിട്ടാ മതി.
അപ്പൊ കാര്യം സാധിച്ചിരിക്കും. ചേടാ പുഴുവന്തോമ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? വെണ്ടക്കാരി അമ്മായിയുടെ വീട്ടിൽ നിന്ന്. അപ്പൊ നല്ലതോ ആയിരിക്കുമല്ലോ. 5 വയറ്റുവേദന. എന്റെ വയറ്റിനുടനെ അവിടെ ഒരു മുറിവുണ്ട്. പേടിക്കേണ്ട, ഇതെന്നാ നിധിയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് എടുക്കണം, ഇങ്ങോട്ട് എടുക്കാതെ. അയ്യോ, 1 രൂപ കൊടുത്താൽ 7 ദണ്ഡിക്കും രക്ഷപ്രഭുവാകാം. എടാ പൗലോ, എന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാൻ പോവാ. രൂപ 1 ലക്ഷമാ. എന്റെ കർത്താവേ, രക്ഷപ്പെട്ടു. പോലീസ് ഇൻസ്പെക്ടർ സാർ, ഞാനെല്ലാം പറയാം. അല്ല, ട്രാൻസ്പോർട്ട് ചെക്കിംഗ് ഇൻസ്പെക്ടർ സാറോ? 21 നമ്പർ ബസ് പോയോ? ഇല്ല, ഞാനും ആ ബസ്സിൽ തന്നെ പോകാനായിരിക്കുന്നു. ഇന്ന് തന്നെ ആ ട്രാൻസ്പോർട്ട് മന്ത്രിയെ ഒന്ന് കണ്ടിട്ട് എന്റെ അളിയൻ ഒരു ട്രാൻസ്ഫോമർ വാങ്ങിക്കൊടുക്കണം. ഏതാ സ്ഥലം മാറ്റം ആട്ടെ, സാറിന് വല്ലയിടത്തോട്ടും ട്രാൻസ്ഫോമർ വേണോ? വേണ്ട വേണ്ട, വേണ്ടല്ലേ വേണ്ടല്ലേ വേണ്ടല്ലേ. പൗലോസ്, എനിക്കൂടെ വെണ്ടക്കാരി. മാതാവേ, സാക്ഷാൽ പോലീസ് എന്നെ പിടിച്ചു തന്നെ. ഇതിലൊരു കള്ളൻ വന്നോ? ഇല്ല. എവിടെ ഒളിച്ചാലും ഞങ്ങൾ അവനെ തപ്പുമ്പോ. കള്ളൻ, അതാ പോകുന്നു കള്ളൻ. അമ്മച്ചി, അമ്മച്ചി, മോനെ നിന്റെ അമ്മച്ചി. അമ്മച്ചി, അമ്മച്ചി എന്ത് പറ്റിയ പച്ച? നമുക്കൊരു നേരമെങ്കിലും കഞ്ഞിവെള്ളം തന്നോണ്ടിരുന്നവള് ചത്തുപോയടാ പോലെ. അയ്യോ അമ്മച്ചി, അവളല്ലോ ചത്തത്, നമ്മളെ വീട്ടിലെ പശുവാ ചത്തത്. ഇതിനാണോ ഇത്രയും ബലം ഉണ്ടാക്കിയത്? അപ്പച്ച, അമ്മച്ചി, എനിക്ക് ജോലി കിട്ടി. മക്കളെ, ആ മോട്ടോർ കമ്പനിയിൽ.
പിന്നെ നാളെ ജോലിക്ക് പ്രവേശിക്കാനുള്ള കാര്യവും കിട്ടി. എന്നാ കാര്യമാടാ മോനെ? കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയായി. എന്നാ ജോലിയാ കിട്ടിയ മക്കളെ? എനിക്ക് ടൈപ്പിസ്റ്റും ക്ലാർക്കും എല്ലാം ഞാൻ തന്നെ പറ്റ 250 രൂപ ശമ്പളം, പിന്നെ അലവൻസ് ഒക്കെ പിറകെ കിട്ടിക്കൊള്ളും. എന്റെ കർത്താവേ, നേര് പറയടാ മോനെ, നമുക്ക് ജോലി കിട്ടിയോ? കിട്ടിയമ്മച്ചി. പിന്നെന്താ നിന്റെ മുഖത്തിനൊരു വെളിച്ചമില്ലാത്തത്? അത് ജോലി കിട്ടാൻ പോകുന്ന കാര്യവും അതിന്റെ നിലപാടും ഒക്കെ ആലോചിക്കുമ്പോ ഒരു അങ്കലാപ്പ്. നീ വിചാരിച്ചിരിക്കാത്ത ഭാഗ്യം കിട്ടുമ്പം ആർക്കും തോന്നും ഈ മാനസിക വൈക്ലഭ്യം. ഇതെന്താ ചേട്ടാ? ഇത് എന്റെ SSLC സർട്ടിഫിക്കറ്റ്. ഇതിന്റെ പോക്കറ്റിൽ പൊങ്ങിയിരിക്കുന്നെ. അതും സർട്ടിഫിക്കറ്റാ. അപ്പൊ എത്ര സർട്ടിഫിക്കറ്റാ? അതെ, വേറെ എന്താണ്? ഇല്ല, അവനുണ്ട്. ഓ, ജോലി കിട്ടിയില്ല, അതിന് മുമ്പേ പൊങ്ങറ്റം കണ്ടില്ലേ? എടീ, അവൻ വെയിലത്തെ അലഞ്ഞിരിഞ്ഞു വന്നിരിക്കുക. അപ്പൊ നീ അവന്റെ ഒരു തള്ള പോലെ ചാടി വീണ് കിഴിച്ചത് മുറിച്ചും ചോദിച്ചാലോ? പിന്നെ ഇല്ലാവില്ലായ്മ പറയരുത് കേട്ടോ. ഇത് ഞാൻ വെളിയെ പോയി ചേരുമ്പോ ഇത് ഞാൻ എവിടെയെങ്കിലും ഞാൻ തപ്പിയിട്ടുണ്ടോ? നമുക്ക് വയസ്സായി, വേലയുമില്ല, തപ്പി നോക്കിയാൽ ഒന്നുമില്ല. നിനക്ക് അറിയാം, അതുകൊണ്ടാണ് നീ തപ്പി നോക്കാത്തല്ലാത്ത നിന്റെ ഗുണം കൊണ്ടൊന്നും അല്ല കേട്ടില്ല. മതിൽ പൊക്കി നോക്കിയില്ലേ മറിയിച്ച